ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഞാൻ ചെറിയ ഒരു സന്ദേശവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു കൂട്ടം സഹാബികൾ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ദിവസം 1000 നന്മകൾ ചെയ്യാൻ സാധിക്കാതെ വരുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. നിങ്ങൾ 1000 നന്മകൾ ചെയ്യാൻ അശക്തരാവുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിക്കുകയാണ്. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എങ്ങനെ നബിയെ ഒരു ദിവസം 1000 നന്മകൾ ചെയ്യാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 1000 നന്മകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരു ദിവസം 100 തസ്ബീഹ് ചൊല്ലിയാൽ മതി. ആ 100 തസ്ബീഹിലൂടെ അവന് 1000 നന്മകൾ എഴുതപ്പെടുകയും അല്ലെങ്കിൽ 1000 തിന്മകളെ അവനിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ 1000 നന്മകൾ ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നമുക്കും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. എന്താണ് തസ്ബീഹ്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്നാണ് തസ്ബീഹ്. നമ്മളെല്ലാ നിസ്കാര ശേഷവും 33 തവണ പറയുന്നു സുബ്ഹാനല്ലാഹ് എന്ന്. അപ്പൊ അത് ഒരു ദിവസം നമ്മൾ 5 തവണ സുബ്ഹാനല്ലാഹ് 33 തവണ 5 നിസ്കാരങ്ങൾക്ക് ശേഷവും പറയുമ്പം ഓരോ നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുന്നു. അത് 33 തവണയാണ്. 5 നേരത്തെ നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ഒരു ദിവസം 165 തവണ നമ്മൾ പറഞ്ഞു. അപ്പൊ അത് എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ എല്ലാ നിസ്കാര ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവ ഓരോന്നും നിങ്ങൾ 33 തവണ ചൊല്ലുക. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു പ്രാവശ്യവും ചൊല്ലുക. എങ്കില് സമുദ്രത്തിലെ നുരയോളം നിങ്ങൾക്ക് പാപങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹു തആല പൊറുക്കപ്പെടും എന്നാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. അള്ളാഹു ഇതൊക്കെ പതിവാക്കാനും ഉൾക്കൊള്ളാനും പകർത്താനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.